Today we are going to discuss or we consider integral equations. What do you mean by differential equation? Differential equation means an equation involving differential coefficients of an unknown function y is equal to y of t. Either a function y is equal to y of t. That is the derivatives y dash, y2 double dash, y3 dash and the property. Either differential coefficients dy by dx, d square by dx square, etc. are terms will call the equations. That is a differential equation. And what do you mean by integral equation? Integral equation means either a function for an unknown function y is equal to y of t. That function, that equation involves integrals of an unknown function y is equal to y of t. Such an equation is known as an integral equation. In the same way, a differential equation means an equation involving differential coefficients of an unknown function y is equal to y of t. Similarly, an integral equation means an equation involving integral of an unknown function y is equal to y of t and the terms of y also, y of t also. Such an equation is defined as an integral equation. An integral equation, equations in which the unknown function y is equal to y of t. Either a function y is equal to y of t. For some function y is equal to y of t. Adinte derivatives ulkollunnathu differential equation. Adinte integrals ulkollunnathu equation ആയിരിക്കും integral equations. അതായത് ആ ഇന്റഗ്രൽസിനകത്ത് ടൈംസ് ഉണ്ടാവും. y of t യുടെ ടൈം ഇന്റഗ്രലിനകത്ത് റെപ്രസെന്റ് ചെയ്യുന്നുണ്ടാവും. അന്നേരം y of ഏതോ ഒരു ഫംഗ്ഷൻ y is equal to y of t. അതിന്റെ ഇന്റഗ്രൽ unknown function appears under the integral. അതായത് y of t യുടെ ടൈംസ് ഇന്റഗ്രലിനകത്ത് കൂടി ഉണ്ടാവും. ഡിഫറൻഷ്യൽ ഇക്വേഷനകത്ത് ഡെറിവേറ്റീവിനകത്തായിരിക്കും dy by dx, d square y by dx square. Here, the integral of the unknown function y is equal to y of t exists. And then in the integral also outside of the integral. അതായത് y of t യുടെ ടൈം ഇന്റഗ്രലിനകത്തും ഉണ്ടാകും, y of t യുടെ ടൈം അഥവാ y യുടെ ടൈം എന്തായിരിക്കും അർത്ഥം ഔട്ട്സൈഡിലും ഉണ്ടാകും. അങ്ങനെയുള്ള ഇക്വേഷൻസ്. ഇപ്പോൾ ഡിഫറൻഷ്യൽ ഇക്വേഷനകത്ത് എന്തായിരിക്കുന്നതാണ് ഡിഫറൻഷ്യൽ കോഎഫിഷ്യൻസ് ഉണ്ടാകും, അതുപോലെ y യുടെ ടൈംസും ഉണ്ടാകും. അല്ലെ y ഇൻറ്റു dy by dx പ്ലസ് x ഇൻറ്റു d സ്ക്വയർ y by dx സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്നൊക്കെ പറയും. അങ്ങനെ y ഈസ് ഈക്വൽ ടു y of t എന്ന് പറയുന്ന ഏതോ ഒരു ഫംഗ്ഷൻ സം ഫംഗ്ഷൻ y of t, y ഈസ് ഈക്വൽ ടു y of t, അതിൻ്റെ ഇൻ്റഗ്രൽസ് അതേപോലെ y of t യുടെ ടേംസും ഉൾക്കൊള്ളുന്ന ഇക്വേഷൻസ് ഈസ് ഡിഫൈൻഡ് ആസ് എൻ ഇൻ്റഗ്രൽ ഇക്വേഷൻ. ആർ നോൺ ആസ് അതാണ് ഇക്വേഷൻസ് ഇൻ വിച്ച് ദ അൺനോൺ ഫംഗ്ഷൻ y ഈസ് ഈക്വൽ ടു y of t അപ്പിയേഴ്സ് അണ്ടർ ദി ഇൻ്റഗ്രൽ. അതായത് y of t യുടെ ടേംസ് ഉൾക്കൊള്ളുന്ന ഇൻ്റഗ്രൽ ഉൾക്കൊള്ളുന്ന ടേംസ് y of t ഇൻ്റഗ്രലിനകത്ത് വരും. ആൾസോ ഔട്ട്സൈഡ് ഓഫ് ദി ഇൻ്റഗ്രൽ. y of t യുടെ ടൈം എന്തായിരിക്കുന്നതാണ് ഇൻ്റഗ്രലിന് ഔട്ട്സൈഡിലും ഉണ്ടാകും. സച്ച് ഇക്വേഷൻസ് ആർ നോൺ ആസ് ഇൻ്റഗ്രൽ ഇക്വേഷൻസ്. ഫോർ എക്സാമ്പിൾ, the integral is in the form of, അതായത് y of t terms inside the integral. That y of t or the integral terms inside the integral in the given equation can be expressed in the form of a convolution. അതായത് y of t യുടെ ടൈം ഇൻ്റഗ്രലിനകത്തുണ്ടാവും. ആ y of t യുടെ ടൈം ഇൻ്റഗ്രലിനകത്തുള്ള ടൈമിനെ നമുക്ക് എന്ത് ചെയ്യാം, കോൺവല്യൂഷൻ എ ഫാസ്റ്റർ ജി എന്ന ഫോമിൽ എഴുതാൻ പറ്റുന്ന ഒരു സൂട്ടബിൾ ആയിട്ടുള്ള എഫും ഉണ്ടാവും ജിയും ഉണ്ടാവും. അതാണ് ഇന്റഗ്രൽ ഈസ് ഇൻ ദി ഫോം ഓഫ് കോൺവല്യൂഷൻ. ഇന്റഗ്രലിനകത്ത് വരുന്ന ടൈം എന്തായിരിക്കണം, ഒരു കോൺവല്യൂഷൻ്റെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തിട്ട് അല്ലെങ്കിൽ ആ ഫോമിലായിരിക്കും. ഫോർ എക്സാമ്പിൾ, കൺസിഡർ ദിസ് വൺ, y of t ഈസ് ഈക്വൽ ടു t ഇൻറ്റു ദ ഇന്റഗ്രൽ 0 to t. കണ്ടോ, ഇന്റഗ്രലിനകത്ത് y of tau sin t minus tau d tau, അതായത് d z എന്നുള്ള ഫോമിലാണ്. ഇത് നമ്മൾ ആൽഫ ബീറ്റ ഗാമ ഡെൽറ്റ എന്ന് പറയുന്നതിനകത്ത് ടിക്ക് പകരം ടോ എന്ന് പറയുന്ന ലെറ്റർ ഉണ്ടാകും. ടോ ടി എന്ന് പറയുന്ന പകരം ടോ. അതായത് ടെക്സ്റ്റിനകത്ത് ഈ നൊട്ടേഷനാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ക്വസ്റ്റ്യനും എന്തായിരിക്കും ഈ ഫോമില വരിക. അതുകൊണ്ടാണ് സെഡ് എന്ന് പറയാതെ ടോ എന്ന് തന്നെ എഴുതിയിരിക്കുന്നത്. നമ്മൾ നേരത്തെ എഫ് ഫാസ്റ്റർ ജി എന്ന് പറയുമ്പോൾ എന്താണ് ഇന്റഗ്രൽ 0 to t f of u g of t minus u എന്ന് എഴുതി. അവിടെ u എന്ന് എഴുതി. ഹിയർ ഇറ്റ് ഈസ് y of tau y of u sin of t minus u du. ആ ഫോമിൽ യുവിന് പകരം ഇവിടെ എന്തായിരിക്കും അർത്ഥം, ടോ. ടി എന്നുള്ള ടോ ഡി ടി. ക്വസ്റ്റ്യൻ ഈ ഫോമിലാണ് വരുന്നത്. അതുകൊണ്ടാണ് ഈ ടോ തന്നെ മാറ്റാതെ സെഡോ അല്ലെങ്കിൽ എന്ത് ചെയ്യണം യു ആക്കി മാറ്റാതെ ഇങ്ങനെ തന്നിരിക്കുന്നത്. ഇത് y of t ഈസ് ഈക്വൽ ടു ഏതോ ഒരു ഫംഗ്ഷൻ y ഈസ് ഈക്വൽ ടു y of t ടിയുടെ കൂടെ ഈ ഇന്റഗ്രൽ കൂടെ ആഡ് ചെയ്താൽ എന്ത് കിട്ടും, ആ ഫംഗ്ഷൻ കിട്ടും.
ആ ഫംഗ്ഷൻ ഏത്? അതാണ് എൻ്റെ സൊല്യൂഷൻ. Which function y is equal to y of t satisfying this property is the solution of this equation. Similarly, y of t plus integral 0 to t minus tau y of tau d tau. Then y of t plus 0 to t minus tau y of t minus tau d tau is equal to 1. Equation ആണ്. അതായത് for some function y is equal to y of t, അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം? ഈ ഇൻ്റഗ്രൽ വാല്യൂ. ഇതേതാന്ന് നോക്കിക്കേ നിങ്ങൾ. ഇത് നോക്കിയത് y of u sin of t minus u du, y of u അല്ലെങ്കിൽ y of z sin of t minus z dz. ടോ എന്ന് മനസ്സിൽ കാണുക, z എന്ന് മറ്റൊന്ന് വായിക്കുകയും ചെയ്യാം. ടോ എന്നാണ് അത് വായിക്കുന്നത്. ഇതേതാണ്? ഇത് y ആസ്റ്റർ sin t എന്നുള്ളതാണ്. What is y of t ആസ്റ്റർ sin of t? Y of t ആസ്റ്റർ sin of t is equal to f of t is equal to y of t. G of t is equal to sin t. And then the f of g of t is equal to 0 to t f of u. That is sin f of u means y of u or y of tau sin t minus u du എന്നാണ്. അതായത് f of g എന്നുള്ള ഫോർമുല. Where of t is equal to f of t is equal to y of t. G of t is equal to sin t. Similarly this one. ഏത്? f of t is equal to ഏതാണ്? t and g of t is equal to ഏതെടുക്കുക? y z y t എന്ന് കൊടുക്കും. ഇത് f of t is equal to t യും g of t is equal to y of t എന്ന് കൊടുക്കും. അതുപോലെ ഇത് നോക്കുന്നത് y of t plus 2 e raised to t 0 to t e raised to minus z y of tau d tau is equal to cos h t. എല്ലാത്തിനും നോക്കിക്ക് എന്താണ്? ഇൻ്റഗ്രൽ. ഈ y of t എന്ന് പറയുന്ന ടൈമിൻ്റെ ഇൻ്റഗ്രൽ അതിനകത്തൊരു ടൈം കൂടെ ഉണ്ടാകും. ദെൻ അങ്ങനെയുള്ള ഇതിനെയാണ് നമ്മൾ ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു ഇൻ്റഗ്രൽ ഇക്വേഷൻ. അതായത് ഒരു അൺനോൺ ഫംഗ്ഷൻ y ഈസ് ഈക്വൽ ടു y of t. y ഈസ് ഈക്വൽ ടു y of t എന്ന് പറയുന്ന അൺനോൺ ഫംഗ്ഷൻ ഉണ്ടാകും. അത് ഏതിനകത്തുണ്ടാകും? ഇൻ്റഗ്രലിനകത്ത് വരും, അതിന് ഔട്ട് സൈഡും ഉണ്ടാകും. അത്തരത്തിലുള്ള ഇക്വേഷൻസിനെയാണ് വാട്ട് വി കോൾ ചെയ്ത് ഇൻ്റഗ്രൽ ഇക്വേഷൻസ്. ഓർ ഇൻ്റഗ്രൽ ഇക്വേഷൻ മീൻസ് എൻ ഇക്വേഷൻ ഇൻവോൾവിങ് integrals of അല്ലെങ്കിൽ the terms of y of t in integral inside the integral, or the y is equal to y of t appears inside the integral and outside the integral is defined as an integral equation. ഇതിൻ്റെ എക്സാമ്പിൾ. പക്ഷെ നമ്മൾ നോക്കുന്ന എക്സാമ്പിൾസ് ഏതാണ്? ഈ ഇൻ്റഗ്രലിനകത്ത് വരുന്ന ടൈപ്സ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ഇൻ ദി ടൈപ്സ് ഓഫ് ഇൻ ദി ഫോം ഓഫ് കോൺവല്യൂഷൻ. കോൺവല്യൂഷൻ്റെ ഫോമിൽ എഴുതാൻ പറ്റുന്ന പ്രോബ്ലം. അന്നേരം വാട്ട് യു മീൻ ബൈ ഇൻ്റഗ്രൽ ഇക്വേഷൻ? അതിൻ്റെ എക്സാമ്പിൾ ഇതൊന്ന് സേവ് ചെയ്തിട്ട് നോട്ടിലേക്ക് വാട്ട് ഒന്ന് സേവ് ചെയ്യും. Consider this problem. Solve the integral equations. Solve the integral equation y of t minus integral 0 to t y of tau sin t minus tau d tau is equal to t. ഈ ടോ എന്നുള്ളതിന് പകരം ജസ്റ്റ് വേണമെങ്കിൽ എന്ത് ചെയ്യണം? y of u sin t minus u du is equal to t. അല്ലേ? y of t minus integral 0 to t y of u അല്ലെങ്കിൽ z y of z sin t minus z dz is equal to t. ആ ഇക്വേഷൻ നോക്കുക. അന്നേരം ഇൻ്റഗ്രൽ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് വി കൺസിഡർ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓൺ ബോത്ത് സൈഡ്സ്. സിമിലർലി ഹിയർ ആൾസോ ടേക്ക് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓൺ ബോത്ത് സൈഡ്സ്. ബിഫോർ ദാറ്റ് ദെൻ വാട്ട് ഈസ് ദിസ് വൺ? ലെറ്റ് ഇത് y of tau അല്ലെങ്കിൽ y of z sin t minus z dz. Here let f of t is equal to y of t. The solution of the given equation. Let f of t is equal to y of t and g of t is equal to sin t. അതായത് y of t sin t minus അല്ല ഈ ഫോമിലല്ലേ ഉള്ളത് y of u sin t minus u du എന്നാണ്. f of u into g of t minus u du. അതിന് എന്ത് ചെയ്യണം? ലെറ്റ് y of f of t is equal to y of t and g of t is equal to sin t. Then we have what is f faster g of t. f faster g of t is equal to integral 0 to t f of u g of t minus u du, or f of z g of t minus z dz, or f of tau g of t minus tau into d tau. അല്ലേ?
the f of u integral 0 to t f of u g of t minus u du. But u നെ പകരം tau എന്ന് കൊടുത്താൽ മതി. അങ്ങനെ f of z g of t minus z not z dz ആ ഫോർമുല ഇല്ല. Then this is equal to integral 0 to t. What is f of t? F of t is equal to y of t, and f of tau means y of z. F of z y of z. Then what is g of t minus z? ഈ g of t ക്ക് t വരുന്നത് t minus z എന്ന് കൊടുക്കും. sin t minus z. Okay? That is integral 0 to t f of z g of t minus z dz. ആ ടേമിൻ്റെ ഈ ഇതിരിക്കുന്നത് ആ ഇന്റഗ്രൽ ഇക്വേഷനകത്ത് റൈറ്റ് സൈഡിനകത്തുള്ള ഇന്റഗ്രലിനകത്ത് വരുന്നുണ്ട്. Then what is this? Integral 0 to t y of z sin of t minus z dz. അഥവാ y of tau sin t minus tau d tau is equal to എന്തായിരിക്കും അർത്ഥം? f after g of t, right? f after g of t, where f of t is equal to y of t and g of t is equal to sin t. എന്നാൽ ഈ ടേം ഏതാണെന്നറിയാമോ? ഈ ഇന്റഗ്രലിനകത്ത് വരുന്ന ടേം ഏതാണ്? അത് കോൺവല്യൂഷൻ ഓഫ് എഫ് ഓഫ് ടി ആൻഡ് ജി ഓഫ് ടി, എഫ് ആസ് ജി ഓഫ് ടി, വേർ എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു വൈ ടി ആൻഡ് ജി ഓഫ് ടി ഈസ് ഈക്വൽ ടു സൈൻ ടി. ഓക്കെ അല്ലേ? എന്നാൽ ഹെൻസ് ഇക്വേഷൻ 1 ഈസ് ഗിവൺ ബൈ ആ തന്നിരിക്കുന്ന ഇക്വേഷൻ ഈസ് ഗിവൺ ബൈ വൈ ഓഫ് ടി മൈനസ് ദിസ് ടൈം ഇന്റഗ്രൽ 0 ടു ടി വൈ ഓഫ് z sin t minus z dz f of z g c minus z equal to this value is equal to ഏതാണ്? f of z g of t is equal to t. ഇത് f of z g of t ആണ്. Convolution of f and g where f of t is equal to y of t and g of t is equal to sin t. Second, f of u g of t minus u എന്ന് പറയുമ്പോൾ t minus z dz എന്നുള്ള ഫോർമുല. ഈ ടേം എന്തായിരിക്കും? f of z g of t. Therefore equation 1 gives y of t minus this one f of z g of t is equal to t. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് ഇന്റഗ്രലിനകത്ത് വരുന്ന ടേം നമുക്ക് ഏതിന്റെ പ്രോബ്ലം എഴുതാം? കോൺവല്യൂഷൻ എന്നുള്ള പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തിട്ട്. Second, or the term inside the integral can be expressed as convolution. Then to solve this differential equation solve ചെയ്യാൻ നമ്മൾ ലാപ്ലാസ് ട്രാൻസ്ഫോം എടുക്കും. Take Laplace transform on both sides. അപ്പോൾ ഇത് പണ്ട് തന്നെ എഴുതിയിരിക്കുന്നത് ഇതേ ഇക്വേഷൻ നമ്മൾ ഇതിനെ എഫ് ആർ സെറ്റ് ചെയ്ത് എഴുതി മാത്രമേ ഉള്ളൂ. And take consider Laplace transform on both sides, that is L of y of t minus L of f of z g of t is equal to L of t. Okay, L of y of t minus L of f of z g of t is equal to L of t. Then what is small y യുടെ Laplace transform? എന്താണ്? capital Y, അഥവാ y of s. സൊല്യൂഷൻ ആണ് y is equal to y of t. ആ y യുടെ ക്യാപിറ്റൽ ട്രാൻസ്ഫോം എന്ന് വെച്ചാൽ capital Y minus L of f of z g of t. What is Laplace transform of f of z g? Laplace transform of f of z g is equal to f ന്റെ Laplace transform capital F, g യുടെ ട്രാൻസ്ഫോം capital G മായും Laplace transform of f of z g is equal to capital F of s into g of s എന്നാണ് അല്ലേ? ഇനി എഫ് എസിൻ്റെയും ജി എസിൻ്റെയും പ്രോഡക്റ്റ് അതിൻ്റെ ഇൻവേഴ്സ് എന്തായിരിക്കും? ലാപ്ലാസ് ഇൻവേഴ്സ് എഫ് ആർ സെറ്റ് ജി ഓഫ് ടി ആയിരിക്കും. ദാറ്റ് ഈസ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ആർ സെറ്റ് ജി ഓഫ് ടി ഈസ് ഈക്വൽ ടു എൽ ഓഫ് എഫ് ഓഫ് ടി ഇൻറ്റു എൽ ഓഫ് ജി ഓഫ് ടി. ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ഇൻറ്റു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ജി ഓഫ് ടി ഈക്വൽ ടു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ടി ഈസ് ഈക്വൽ ടു 1 divided by square. Second, that is we have ഈ പ്രോപ്പർട്ടി നടന്നിട്ട് അസോർട്ട് ചെയ്തിട്ട് we have a Laplace transform of f of z g is equal to f of s into g of s, where fs is the transform of small f and the capital G is the transform of small g. And then f of t after into g of t, L of f of t into g of t. What is f of t? We have taken f of t is equal to y of t. Then L of f of t is L of f of t is equal to L of y of t is equal to capital Y. And again g of t is equal to sin t. Therefore L of g of t is equal to Laplace transform of sin t is equal to sin a t is equal to 1 divided by a divided by square plus a square. Here 1 divided by a divided by sin 1t, 1 divided by square plus 1. Therefore equation 2, this one equation Laplace transform അതന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം രണ്ട് വശത്തും എടുത്താൽ ഇക്വേഷൻ 2 gives ഇതുവരും y മൈനസ് L of f of t capital Y Laplace transform g of t 1 divided by square plus 1 is equal to 1 divided by square.
ഇനി ക്യാപിറ്റൽ വൈ വരുന്ന സോഴ്സ് എടുക്കുക. ദാറ്റ് ഈസ് വൈ ഇൻറ്റു capital Y into ഇവിടെ 1 means 1 divided by 1 minus the 1 divided by s square plus 1 1 divided by s square plus 1 is equal to 1 by s square. Y into ഈ രണ്ട് ടേമിനകത്ത് take y outside, that is y into ഇവിടെ നിന്ന് വരും 1 minus 1 divided by s square plus 1 is equal to 1 by s square, which gives ഇത് simplify ചെയ്യുക. Y into first multiply ചെയ്താൽ s square plus 1, ഇത് multiply ചെയ്താൽ minus 1 divided by s square plus 1 is equal to 1 by s square. Plus 1 minus 1 cancel ചെയ്യും. That is y into s square divided by s square plus 1 is equal to എന്ത് വരും 1 divided by s square. അപ്പോൾ നമുക്ക് അതിനകത്ത് എന്ത് ചെയ്യണം? നമുക്ക് ഇനി വൈയുടെ വാല്യൂ എഴുതാം. വൈയുടെ വാല്യൂ എഴുതാൻ വാട്ട് ഈസ് സൊല്യൂഷൻ? എൽ ഇൻവേഴ്സ് ഓഫ് വൈ, അതായിരിക്കും സൊല്യൂഷൻ കിട്ടുന്നത്. സാധാരണ ചെയ്ത ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ചെയ്യുന്നത് പോലെ തന്നെ ഇൻ്റഗ്രൽ ഇക്വേഷൻ. ഓക്കെ, അന്നേരം എന്തായിരിക്കുന്നത്? The given differential is integral equation. The terms inside the integral is expressed as a convolution. Then Laplace transform of f after g is equal to capital F into g. ആ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുക, എന്നിട്ട് വൈയുടെ വാല്യൂ എഴുതുക, ദെൻ വൈ ഇൻവേഴ്സ് ചെയ്യുക. ഇത് ഇവിടെ വരെ ഒന്ന് സേവ് ചെയ്യുക. സേവ് ചെയ്തിട്ട് നോട്ടിലേക്ക് പോകാം. ഒന്ന് സേവ് ചെയ്യുക. Listen to the continuation of the problem. ഇവിടെ വരെ എഴുതിയില്ലേ? ഇവിടെ y into s square divided by s square plus 1 is equal to 1 divided by s square. Okay? This simplify it. Y into 1 divided by this one is equal to 1 divided by s square. That is y into s square divided by s square plus 1 is equal to 1 by s square. Then what is y? ഈ രണ്ടിൻ്റെയും അപ്പുറത്തേക്ക് കൊണ്ടുവരിക. That is s square denominator, numerator. That is y is equal to 1 by s square into ഈ ഡിനോമിനേറ്ററുള്ള അപ്പോൾ ന്യൂമറേറ്ററിൽ എസ് സ്ക്വയർ പ്ലസ് 1 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ comes to the denominator s square plus 1 divided by s square. That is y. What is y? Y is equal to y of t. Then Laplace transform on capital Y. That is capital Y is equal to s square plus 1 divided by s square into s square, s raised to 4. S square plus 1 divided by s raised to 4 means each day divided by s raised to 4. Then 1 divided by s square plus s square divided by s raised to 4. S square divided by s raised to 4 is equal to 1 divided by s square plus 1 divided by s raised to 4. Then what is the solution of the given differential equation? Y is equal to y of t. Hence the solution y is equal to y of t is equal to Laplace inverse of capital Y. Y is the Laplace transform of small y. Y is equal to y of t solution. അതിന്റെ Laplace transform ആണ് capital Y. Laplace inverse of y. Laplace inverse of y is equal to Laplace inverse of y is 1 divided by s square plus Laplace inverse of 1 divided by s raised to 4. Okay? Y is equal to 1 by s square plus 1 divided by s raised to 4. Then that y is equal to y of t is equal to what is Laplace transform of t? L of t is equal to 1 by s square, or L inverse of 1 by s square is equal to t plus this one 1 divided by s raised to n is equal to 1 divided by s raised to n is equal to s raised to n minus t raised to n minus 1 divided by n minus 1 factorial. Then 1 divided by s raised to 4 is equal to t cube divided by 3 factorial. That is equal to solution is y of t is equal to t plus t cube divided by factorial 3. 1 into 2 into 3 is equal to 6. Or solution of the given integral equation, this equation is y t is equal to y of t is equal to t plus t cube plus t cube divided by 6. ഈ y t വാല്യൂ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നാൽ y of t minus integral 0 to t y of t this value is equal to ഏതായിരിക്കും t. Okay? For this property satisfy ചെയ്യുന്ന y is equal to y of t is equal to this t plus t cube by 6. എന്നാൽ ഇത് സേവ് ചെയ്യാം. ഇത് സേവ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? ഇത്രയും പാർട്ട് ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഇവിടെ വരെ എന്തെങ്കിലും നോട്ടേക്ക് വളർത്തുക, എന്നിട്ട് ആൻസർ ചെയ്യുക. ഓക്കെ, ഇവിടെ വരെ എഴുതിയിട്ടുണ്ട്. ഇത് കൂടെ തന്നെ കംപ്ലീറ്റ് ചെയ്യാം. ഒന്ന് സേവ് ചെയ്ത് നോട്ടേക്ക് വളർത്തുക. Solve y of t minus integral 0 to t 1 plus tau or 1 plus z y of t minus z dz is equal to 1 minus sin h t. ഞാൻ ഓൾറെഡി പറഞ്ഞ എന്താണ് ഇത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ ടോ എന്ന് തന്നെയാണ് വരിക. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് യു എന്നോ സെഡ് എന്നോ എഴുതാതെ ഞാൻ സെഡ് എന്ന് ഉച്ചരിച്ചത് മാത്രമേ ഉള്ളൂ. ദിസ് ഈസ് ടോ 1 plus tau or 1 plus u y of t minus u du.
1 plus tau y of t minus u. T minus tau d tau is equal to 1 minus sin h t. See, then to solve an integral equation, first you have to consider the terms inside the integral, and moreover, this term must be expressed as a convolution. For that, you have to select an appropriate f of t and g of t so that a faster g of t is the term inside the integral. The integral equation is a integral equation a faster g of t formula. What is f faster g of t? F faster g of t is equal to f of t integral 0 to t f of t into g of f of u into g of t minus u du. G of t minus u is f of t. T minus വരുന്ന ടേം ഉണ്ടെങ്കിൽ അതിനെ നിങ്ങൾ എന്ത് ചെയ്യുക? g ആയിട്ട് എടുക്കുക. t minus here it is 1 plus tau. ഇത് t minus u എന്നുള്ള ഫോമിലാണ്. ആ t minus u ന് പകരം t എന്ന് കൊടുത്ത് അന്നേരം എന്താണ്? y of t എന്നുള്ള ഫോമിലായി. That is രണ്ടാമത്തെ ഫംഗ്ഷൻ you have to select g of t is equal to എന്തെടുക്കുക? y of t. And what is first function? ഇത് 1 plus tau എന്നാണ്. ആ tau വരുന്നിടത്ത് t എന്ന് കൊടുക്കും. tau വരുന്നിടത്ത് t കൊടുക്കാൻ എന്താണ്? f of t is equal to നമുക്ക് f of u എന്നാണ് കിട്ടേണ്ടത്. f of u is equal to 1 plus u എന്നാണ്. 1 plus u means ഈ വരുന്നിടത്ത് t എന്ന് കൊടുത്താൽ എന്ത് വരും? 1 plus u or 1 plus t. Then to represent the term inside the integral as a convolution, we select f of t is equal to, let f of t is equal to 1 plus t, and g of t is equal to y of t minus u du എന്നാണ്. t minus വരുന്ന ടേം പ്ലസ് അല്ല മൈനസ് വരുന്ന ടേമിനെ നമ്മൾ എന്ത് ചെയ്യുക? t minus u അതിന് പകരം t എന്ന് കൊടുക്കും. y of t minus u എന്നുള്ളതിന് പകരം t എന്ന് കൊടുത്താൽ y of t. This is y of t minus u, t minus 7. Then we have what is f faster g of t. F faster g of t is equal to integral 0 to t f of u g of t minus u du, or f of z g of t minus z dz. Here f of tau g of t minus tau d. That is equal to integral 0 to t f of t ക്ക് ഇതാണ് f of t. ആ t വരുന്നിടത്ത് tau കൊടുക്കും. f of tau 1 plus tau 1 plus tau. ഇനി y of g of t minus z, g of t is equal to y of t. അന്നേരം t വരുന്നിടത്ത് t minus z എന്ന് കൊടുത്താൽ എന്തായിരിക്കും? y of t ക്ക് പകരം t minus z, അപ്പോൾ t minus tau, t minus y of t minus tau into d tau. Okay, ഇങ്ങനെ f of t is equal to 1 plus t and g of t is equal to y of t. Then we have f faster g of t is equal to integral 0 to t f of u. Here f of u is the t ക്ക് പകരം u എന്ന് കൊടുത്ത് 1 plus u ഇതല്ലേ 1 plus tau into g of t minus u. g of t ക്ക് അകത്ത് t വരുന്നിടത്ത് t minus u എന്ന് കൊടുത്താൽ എന്താ വരുന്നത്? t minus u t minus tau into d tau. That's equal to, this value is equal to f faster g. That is integral 0 to t, the integral 0 to t 1 plus tau y of t minus tau d tau is equal to f faster g. And to solve an integral equation എന്ത് ചെയ്യണം? ഏറ്റവും ആദ്യമേ നമ്മൾ ചെയ്യുന്നത് ആ ഇൻ്റഗ്രലിനകത്ത് വരുന്ന ടേമിനെ എന്ത് ചെയ്യണം? കോൺവല്യൂഷൻ്റെ പ്രോപ്പർട്ടി, അതിന് അപ്രോപ്രിയേറ്റ് ആയ എഫ് ഓഫ് ടി ജി ഓഫ് ടി സെലക്ട് ചെയ്യുക. അന്നേരം സെലക്ട് ചെയ്യുമ്പോൾ എന്തായിരിക്കും അറിയുക? ടി മൈനസ് വരുന്ന ടേം അത് ജി ഓഫ് ടി എന്നോ ഇത് കൊടുക്കുക. ഈ ടൈമാണ് ആദ്യം വന്നെങ്കിൽ ഇതിന് എന്ത് ചെയ്യുക? നമ്മൾ ജി ഓഫ് ടി എന്ന് എടുക്കുക. മൈനസ് വരുന്ന ടൈം ജി ഓഫ് ടി മൈനസ് യു എന്നുള്ളത് ജി ഓഫ് ടി എടുക്കും. ടി മൈനസ് യുവിന് പകരം ടി ടി എന്ന് കൊടുക്കുക. ഓക്കെ, എന്നാൽ ഇവിടെ y of t minus z എന്നുള്ളതിന് പകരം എന്ത് ചെയ്യുക? g of t is equal to y of t. That is, then we have a last f of t. Then solve ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത്? സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് f of t g of t സെലക്ട് ചെയ്ത്. Then what is L of f of t? L of f of t is equal to L of 1 plus L of t. f of t is equal to 1 plus t. L of 1 is equal to 1 divided by s plus 1 divided by L of t is equal to 1 by s square. Here it is s square by s. S കൊണ്ട് multiply ചെയ്താൽ s divided by s square. ഇത് 1 divided by s square. That is s plus 1 divided by s square. The f of t transform equal to capital F of s.
And what is g of t? G of t is equal to y of t. Therefore, L of g of t is equal to L of y of t. Small y transform ഏതാണ്? Capital Y. Y of t transform capital Y is equal to g of s. G യുടെ transform g of s. Then equation 1 gives. What is one? Equation 1 gives y of t minus this time. This is equal to integral 0 to t 1 plus tau y of t minus tau d is equal to f of z. And minus f of z d of t is equal to 1 minus sin h t. അത് വീണ്ടും പണം തന്നെയാണ്. To solve this, then later ആദ്യം എന്ത് ചെയ്യണം? ഏത് പ്രോബ്ലം ഡിഫറെൻറ്റ് ഇൻ്റഗ്രൽ ഇക്വേഷൻ കിട്ടിയാലും ഈ ഇൻ്റർനകത്ത് വരുന്നതിന് എന്ത് ചെയ്യണം? എഫ് ആർ സെറ്റ് ജി എന്ന കോൺവല്യൂഷൻ എന്നുള്ള ഫോമിലേക്ക് മാറ്റുകയാണ്. അതിന് അപ്രോപ്രിയേറ്റ് ആയ എന്താണ് എഫ് ഓഫ് ടിയും ജി ഓഫ് ടിയും സെലക്ട് ചെയ്യും. സെക്കൻഡ് അന്നേരം അതിലേക്ക് മാറ്റും. ഇനി ടു സോൾവ് ദിസ് ടേക്കിംഗ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓൺ ബോത്ത് സൈഡ്സ്. ലാപ്ലാസ് ട്രാൻസ്ഫോം ഓൺ ബോത്ത് സൈഡ്സ് എടുത്താൽ എൽ ഓഫ് വൈ ഓഫ് ടി മൈനസ് എൽ ഓഫ് എഫ് ആർ സെറ്റ് ജി ഓഫ് ടി is equal to L of the Laplace transform of 1 minus sin h t. So again, convolution property is the Laplace transform. That is L of y of t. What is L of y of t? Capital Y. Small y transform capital Y. Minus L of f of z g. L of f of z g is equal to L of f into L of g. F of z g യുടെ convolution എന്താണ്? F ന്റെ transform capital F. Small g has the transform capital G, then L of f of z g is equal to capital F s into g of s. Then y minus L of f capital F into L of g, g of s is equal to right side L of 1 minus Laplace transform of sin h t. That is y minus capital F of s. What is f of s? F of t transform on s plus 1 divided by s square into what is L of g of t? G of t is equal to g of s. Small g transform capital G y is equal to 1 transform 1 by s minus sin h t. Sin h t transform a divided by s square plus a square. Sin h t is transform a divided by s square minus a square. 1 divided by s square minus sin h 1 t എന്നാണ് s square minus 1. ഓക്കെ, എന്നിട്ട് ബാക്കി നിങ്ങൾ ഇന്ന് എഴുതിയെടുക്കുക. എന്നിട്ട് നമുക്ക് സേവ് ചെയ്യാം. എന്നിട്ട് ബാക്കി നോക്കാം. എന്നിട്ടൊന്ന് സേവ് ചെയ്യാം. സേവ് ചെയ്തിട്ട് നോട്ട് ചെയ്യാം. സേവ് ചെയ്യാം. കണ്ടിന്യൂഷൻ ഓഫ് ദി പ്രോബ്ലം ബാക്കിയോട് തോന്നും. ഇവിടെ എഴുതിയില്ല y മൈനസ് എഫ് എസിൻ്റെ വാല്യൂ എസ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ into gs. Laplace transform of g of t is equal to y is equal to Laplace transform of 1 is equal to 1 by s minus Laplace transform of sin h t. Sin h t is equal to 1 divided by s square minus 1. That is the y common. Take y outside. That is y here 1. 1 means 1 divided by 1. Plus e table s plus 1 divided by s square plus s plus 1 divided by s square. Y into 1 minus s plus 1 divided by s square is equal to this simplify plus multiply s square minus 1 minus s divided by s into s square minus 1 s into s square minus 1. So again take y outside, that is y into here 1 minus s plus 1 divided by s plus 1 divided by s square is equal to cross multiply this one s square minus 1 minus s divided by s into s square minus 1. That is y into, then also cross multiply here s square into 1 s square minus multiply that minus s plus 1 means minus s minus 1 s square minus s minus 1 divided by s square is equal to s square minus s square minus another s minus s minus 1 divided by s into s square minus 1. So again, that is s square minus s minus 1 divided by s square is equal to, here also s square minus s minus 1 divided by s into s square minus 1. Then what is y? Y means Laplace transform of the solution y is equal to y of t.
Laplace transform y capital Y is equal to s square minus s minus 1, the s square minus s minus 1 divided by s into s square minus 1. This is numerator into s square. This is denominator. S square minus s minus 1. This is denominator. S square numerator, this is denominator. That is s square minus s minus 1 equal to s square minus s minus 1. Not a cancel. ബാക്കി എന്താ വരിക? ഒരു എസ് ഇവിടെയുള്ള എസ് ക്യാൻസൽ ചെയ്യും. That is equal to s divided by s square minus 1. Okay? That is capital Y is equal to, or Laplace transform of y of t is equal to s divided by s square minus 1. Then what is solution? Then y ന്റെ ടേം എഴുതിയാൽ then solution is L inverse of y. Y is equal to y of t is equal to L inverse y. L inverse y is L inverse of s divided by s square minus 1. What is Laplace transform of cos h at t? Cos h at t is equal to s divided by s square minus a square. That is s divided by s square minus 1 square is equal to cos h at t. A is equal to 1 to 1. Our solution of the given integral equation is y is equal to y of t is equal to cos h t. Okay? And then ഇതിൻ്റെ റിമൈനിങ് പാർട്ടായിട്ട് ബാക്കിയുള്ള പാർട്ടായിട്ട് ഇവിടെ വരച്ചിട്ട് ഇത് നിങ്ങൾ അപ്പുറത്തേക്ക് ഇത്രയും കൂടെ എന്ത് ചെയ്യുക, സേവ് ചെയ്തിട്ട് മൊത്തം സേവ് ചെയ്യുക. എന്നിട്ട് ഇത് എന്ത് ചെയ്യണം, നോട്ടിലേക്ക് പോകുന്നത് റിമൈനിങ് പാർട്ട്. ഓക്കെ? ഉറപ്പ് പരീക്ഷയ്ക്ക് എന്തായിരിക്കും അർത്ഥം? ഒരു ക്വസ്റ്റ്യൻ ഇൻ്റഗ്രൽ ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന പ്രോബ്ലം ഉണ്ടാവും. പക്ഷേ ഇറ്റ്സ് വെരി സിമ്പിൾ. എന്ത് ചെയ്താൽ മതി, ഫസ്റ്റിൽ തന്നിരിക്കുന്ന ഇക്വേഷനകത്ത് ഒരു ഇൻ്റഗ്രലിനകത്ത് വരുന്ന ടേം ഉണ്ടാവും. ആ ഇൻ്റഗ്രലിൽ വരുന്ന ടേമിൽ എന്ത് ചെയ്യണം, യു ഹാവ് ടു കൺസിഡർ അല്ലെങ്കിൽ കൺവേർട്ട് ദ ടേം ഇൻസൈഡ് ദ ഇൻ്റഗ്രൽ ഇൻ ദി ഫോം ഓഫ് ദി a convolution or corresponding ആയിട്ട് എന്ത് ചെയ്യണം, ഒരു ഫംഗ്ഷൻ suitable function f of t and g of t so that the terms inside the integral or the integral term is f as g. Then L of f as g is equal to capital F into capital G, f of s into g of s. Then L inverse of y. Okay? എന്നാൽ ഇത് ബാക്കി സേവ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഇത്രയും കൂടെ നോട്ടേക്ക് പാടും, സേവ് ചെയ്യാം, എന്നിട്ട് നോട്ടേക്ക് പാടും.